നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു പിടി വമ്പൻ മത്സരങ്ങളാണല്ലോ, സൂപ്പർ പോരാട്ടങ്ങൾ. PSG എതിരാളികളായിട്ട് വരുന്നത് ചെൽസിയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ഒരു റീമാച്ച് എന്ന് പറയാവുന്ന തരത്തിലുള്ള കളിയാണ്. ഗലറ്റസറായും ലിവർപൂളും തമ്മിലാണ് കളി. യുവൻറ്റസിനെ മറിച്ചിട്ടിട്ടാണ് ഗാലറ്റസറായി വരുന്നതെന്ന കാര്യം ഓർക്കണം. റയൽ മാഡ്രിഡ് പിന്നെ പതിവ് പോലെ സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടുന്ന വർഷം തോറും നടത്തി വരുന്ന മഹാമഹം ഇത്തവണയുമുണ്ട്. അറ്റലാന്റ ബയേണുമായിട്ട് മുട്ടുമ്പോൾ FC ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള ന്യൂ കാസിൽ യുണൈറ്റഡാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എതിരാളികൾ സ്പേഴ്സ് ആണെങ്കിൽ ലീഗ് ഘട്ടത്തിലും അതുപോലെ തന്നെ ഈ പ്ലേ ഓഫ് ഘട്ടത്തിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ച് മുന്നോട്ട് വന്ന ബോഡോ ഗ്ലിംറ്റിൻ്റെ എതിരാളികൾ സ്പോർട്ടിംഗ് CP ആണ്. ആഴ്സണലിൻ്റെ എതിരാളികൾ ബയർ ലെവർക്യൂസനാണ്. അതായത് ഒരു പിടി സൂപ്പർ ഡ്യൂപ്പർ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഈ മത്സരങ്ങളിൽ ആര് ജയിക്കും, ഒരു പ്രഡിക്ഷൻ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ESPNൻ്റെ ഒരു പ്രഡിക്ഷനാണ്, അവരുടെ എക്സ്പേർട്ട് മാർക്ക് ഓഗ്ഡൻ്റെ വിശകലനവും പ്രഡിക്ഷനുമാണ് നമ്മുടെ ഈ വീഡിയോയുടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ആദ്യം നമുക്ക് പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ചെൽസി മത്സരം നോക്കാം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇങ്ങനെ ബൃഹത്തായ രൂപത്തിലുള്ളത്. അതിൻ്റെ ഫൈനലിൽ PSG പരാജയപ്പെടുത്തി ചെൽസി കിരീടം ചൂടി. പക്ഷെ അതിനുശേഷം കാര്യങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞു. ചെൽസിയുടെ കോച്ച് പോലും മാറേണ്ട അവസ്ഥ വന്നു. അത്ര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാവരിൽ നിന്ന് വരുന്നത്. PSG കാര്യത്തിലും കഴിഞ്ഞ വർഷത്തെ അതേ മികവ് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ പോലും അവർ മികവിൽ തന്നെയാണ്. നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ചെൽസിക്ക് തീർച്ചയായിട്ടും ടാലൻ്റ് ഉണ്ട്, സംശയമില്ല. പക്ഷേ PSG സെയിം ലെവലിലല്ല. അപ്പോൾ 2 ലെഗ് മത്സരങ്ങളാണ്, ഒറ്റ ലെഗിൽ അങ്ങ് അട്ടിമറിച്ച് കയറുന്ന പോലെയല്ല. അപ്പോൾ ഇറ്റ് വിൽ ബി ടഫ് ഓവർ 2 ലെഗ്സ് എന്നാണ് ചെൽസിയുടെ കാര്യത്തിൽ പറയാൻ പറ്റുക. ഈ കളിയിലെ വിന്നറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് PSG ആണ്. അത് ഗാലറ്റസറായ് വേഴ്സസ് ലിവർപൂൾ പോരാട്ടം. ടൂറിനിൽ വല്ലാത്തൊരു പോരാട്ടം നമ്മൾ കണ്ട മത്സരം. ആ കളിയിൽ യുവൻറ്റസിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഗാലറ്റസറായി ഈ റൗണ്ട് ഓഫ് 16 വന്നത്. അത് ആദ്യ ഭാഗത്തിൽ 5-2 വിജയത്തിൻ്റെ ശക്തിയിലാണ് അവർ വരുന്നത്. അതേസമയം ഇസ്താംബൂളിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് വിക്ടർ ഓസിമൻ്റെ പെനാൽറ്റിയിൽ ലീഡെടുക്കുകയും കളി ജയിക്കുകയൊക്കെ ചെയ്തിരുന്നു സെപ്റ്റംബറിൽ ഗാലറ്റസറായി ലിവർപൂളിന് മേൽ. അന്ന് പക്ഷേ ആർനെ സ്ലോട്ടിൻ്റെ ടീമിൻ്റെ തുടരൻ പരാജയങ്ങളുടെ ഒരു സമയവുമായിരുന്നു. എന്നാലും ലിവർപൂളിൻ്റെ ഇൻകൺസിസ്റ്റൻസി ഈ സീസണിലുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ അവർ ഫേവററ്റുകൾ തന്നെയാണ് ഗാലറ്റസറായിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ലിവർപൂൾ ഈ ഒരു പ്രീ ക്വാർട്ടർ കടന്ന് മുന്നോട്ട് വരും എന്നാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. പലതവണ കഴിഞ്ഞ 4 സീസണുകളിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണയും അത് തുടരുകയാണ്. സിറ്റിയും റയൽ മാഡ്രിഡും റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടുമ്പോൾ ഒരു തീവറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കണം. എംബാപ്പെ മിന്നും ഫോമിലാണ് ഈ സീസണിലും ഉള്ളത്. പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. എന്നാൽ സിറ്റിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഗോളടിയുടെ കണക്ക് നോക്കിയാൽ 7 കളികളിൽ നിന്ന് 7 ഗോളുകളാണ് എംബാപ്പെ. അതേസമയം ഏർലിംഗ് ഹാലൻഡ് ആണെങ്കിൽ റയലിനെതിരെ 6 കളികളിൽ നിന്ന് 3 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമ്മളേതായാലും ഹാലൻഡ് റൂഡിഗർ പോരാട്ടം ഒരിക്കൽ കൂടി കാണാനുള്ള സാധ്യതയുമുണ്ട്. സോ നമ്മൾ വിചാരിക്കുന്നത് ഈ കളിയിൽ ഒരു പ്രഡിക്ഷൻ അത്ര എളുപ്പമുള്ളതല്ലല്ലോ. അപ്പോൾ ESPNൻ്റെ പ്രഡിക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന വിന്നർ റയൽ മാഡ്രിഡ് ആയിരിക്കുമെന്നാണ്. അതൊരു ടഫ് കോളാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. അറ്റലാന്റ വേഴ്സസ് ബയൺ മ്യൂണിക്ക് പോരാട്ടം. തീർച്ചയായിട്ടും ബയണാണ് ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അറ്റലാന്റയെ സംബന്ധിച്ചിടത്തോളം 2-0 ഫസ്റ്റ് ലെഗ് ഡിഫീറ്റ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ സെക്കൻഡ് ലെഗിൽ മറികടന്നിട്ടാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. സോ ഇറ്റാലിയൻ ക്ലബ്ബ് മുന്നോട്ടേക്ക് വരുമ്പോൾ വീണ്ടും അവരുടെ മുന്നിൽ ഒരു ജർമ്മൻ വമ്പന്മാർ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ വരുന്നത് ബയേൺ വിജയിക്കുമെന്നുള്ളതാണ്. അടുത്തത് ന്യൂ കാസിൽ യുണൈറ്റഡ് വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടം. തീർച്ചയായിട്ടും ഇപ്പോൾ മികച്ച ഫോമിലാണ് FC ബാഴ്സലോണയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ 2 ടീമുകൾ തമ്മിൽ ലീഗ് ഫേസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ
ഒരു സ്പെക്ടാക്കുലർ ഡബിൾ ഉണ്ടായിരുന്നു. 2-1 ബാഴ്സലോണയാണ് സെൻറ്റ് ജെയിംസ് പാർക്കിൽ വിജയിച്ചു വന്നത്. ഇപ്പോൾ ന്യൂ കാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കീ പ്ലെയേഴ്സിന് ഇഞ്ചുറി. ബ്രൂണോ ഗുയിമാറസ് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. ഫാബിൻ ഷാഴ്, അതുപോലെ ടിനോ ലിവ്രമെൻറ്റോ, ഇങ്ങനെയുള്ള താരങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അവർ ബാഴ്സയ്ക്കെതിരെ പിടിച്ചു നിൽക്കുന്നതാണ് കണ്ടറിയേണ്ടത്. സെക്കൻഡ് ലെഗ് ക്യാമ്പ് നൗവിലുമാണ് എന്ന കാര്യം കൂടി നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ മികച്ചൊരു വിജയം നേടുക എന്നുള്ളത് ന്യൂ കാസിൽ യുണൈറ്റഡിന് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇതിൽ വിന്നറായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് FC ബാഴ്സലോണയെ തന്നെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടനാം ഹോട്ട്സ്പർ പോരാട്ടം. ടോട്ടനാമും അത്ലറ്റിക്കോയും ഒരു തവണയാണ് ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് സ്പേഴ്സ് 5-1 വിന്നേഴ്സായിരുന്നു. 1963 യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പ് ഫൈനലിലാണ്. പക്ഷേ പ്രീമിയർ ലീഗ് സൈഡ് നമുക്കറിയാം UCL നന്നായിട്ട് കളിക്കുന്നുണ്ട്, എന്നാൽ പോലും അത്ര ഒരു മികവിലാണ് ഈ സീസണിൽ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഓൺ പേപ്പർ ഇതൊരു ഹെവി വെയ്റ്റ് മാച്ചപ്പ് തന്നെയാണ്. പക്ഷേ ഇതൊരു ഓൺ സൈഡഡ് മാച്ചായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം വിജയിക്കും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP അടുത്ത കളി. തീർച്ചയായിട്ടും ബോഡോയുടെ ഒരു കുതിപ്പ് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച്, അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ച്, ഇന്റർ മിലാനെ തോൽപ്പിച്ച് വന്നവരാണവർ. അവർക്കെതിരെ സ്പോർട്ടിംഗ് CP എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഈസി പാത്ത് എന്ന തോന്നലാണ് ബോഡോ ഗ്ലിംറ്റിന് ഉണ്ടാവുക. പക്ഷേ സ്പോർട്ടിംഗ് CP UCL ഇത്തവണ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് എന്ന കാര്യം കൂടി ഓർക്കണം. നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബോഡോ ഗ്ലിംറ്റ് ഒരിക്കൽ കൂടി അട്ടിമറി നടത്തി മുന്നോട്ടേക്ക് കടക്കും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. ബോഡോ ഗ്ലിംറ്റ് ഈ കളി ജയിക്കും. ദെൻ ബയർ ലെവർക്യൂസൻ വേഴ്സസ് ആഴ്സണൽ പോരാട്ടം. എന്താ സംശയം? ഇത് ആഴ്സണലിന് തന്നെയാണ് ആധിപത്യം എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ലെവർക്യൂസൻ ഇപ്പോൾ മികച്ച രൂപത്തിൽ ബൗൺസ് ബാക്ക് ചെയ്തൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നാൽ പോലും മൈക്കൽ ആർട്ടിറ്റയുടെ സൈഡിന് എല്ലാവിധ ആധിപത്യവുമുണ്ട്, എല്ലാവിധ സോഴ്സസുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ പ്രഡിക്ഷൻ ആഴ്സണൽ വിജയിക്കുമെന്നാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടേക്കുള്ള പോക്ക് എന്താണ് എന്നുള്ളത് കണ്ടറിയണം. മെയ് മാസം അവസാനം, എൻഡ് ഓഫ് ദി മെയ്, ആര് ചാമ്പ്യൻസ് ലീഗ് ഉയർത്തും എന്നുള്ളതും നമ്മൾ പിന്നീട് പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ഒരു റൗണ്ട് ഓഫ് 16 മാത്രം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രഡിക്ഷൻസ് ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ പറഞ്ഞാൽ, പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ചെൽസി മത്സരം PSG വിജയിക്കും. ഗാലറ്റസറായി വേഴ്സസ് ലിവർപൂൾ മത്സരം ലിവർപൂൾ വിജയിക്കും. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം റയൽ മാഡ്രിഡ് ആയിരിക്കും ജയിക്കുക. അറ്റലാന്റ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരം ബയൺ മ്യൂണിക്ക് ആയിരിക്കും വിജയിക്കുക. ന്യൂ കാസിൽ യുണൈറ്റഡ് വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടം ബാഴ്സലോണ വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടനം ഹോട്ട്സ്പർ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP മത്സരം ബോഡോ ഗ്ലിംറ്റ് വിജയിക്കുമെന്ന് പറയുമ്പോൾ, ബയർ ലെവർക്യൂസൻ വേഴ്സസ് ആഴ്സണൽ പോരാട്ടത്തിൽ ആഴ്സണലായിരിക്കും വിജയ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം.